ഹായ്, എൻ്റെ പേര് സലീൽ. ഞാൻ SC അഫിലിയേറ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു റാങ്ക് ഹോൾഡറും കൂടെയാണ്. SBR എന്ന് പറയുന്ന പേപ്പറിൽ ഓൾ ഇന്ത്യ 3rd റാങ്ക്, ആസ് വെൽ ആസ് പ്രൊഫഷണൽ പേപ്പേഴ്സ്, ഫൈനൽ ഫ്യൂ പേപ്പേഴ്സിൽ ആവറേജ് ഓൾ ഇന്ത്യ 2nd റാങ്കും അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ +1 +2 പഠിക്കുന്നത്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കുറേ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും എനിക്ക് അതൊരു സ്ട്രഗിളായിട്ടോ ഒരു ഒബ്സ്റ്റക്കിളായിട്ടോ പിന്നെ ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലക്ഷ്യയിലെ ഫാക്കൽറ്റീസ് എന്ന നിലക്ക് നമുക്കൊരു ബേസ് ക്ലാസ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊതുവേ അവിടെ കണ്ടൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കൊമേഴ്സ് എടുക്കാത്തതുകൊണ്ട് എനിക്ക് തന്നെ അറിയാം ഐ ആം ബിഹൈൻഡ് ദി അതർ സ്റ്റുഡൻസ്, കൊമേഴ്സ് എടുത്തവരേക്കാളും. അപ്പോൾ ഐ പുട്ട് ഇൻ മോർ എഫേർട്ട് ടു സ്റ്റഡി. അപ്പോൾ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞാൻ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കായിട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്, വളരെ ബേസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ കൊമേഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും പുതിയതായിട്ട് ACCയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നമുക്കത് ക്ലാസ് ഒരു 5 days ഒരു 1 week ക്ലാസ് ആയിട്ട് ലക്ഷ്യം തരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, അത് കവർ ചെയ്തെടുത്തു. അപ്പോൾ ആ ഒരു ഒബ്സ്റ്റക്കിൾ ഒരിക്കലും എന്നെ എന്ത് ചെയ്തിട്ടില്ല, പിടിച്ചു നിർത്തിയിട്ടില്ല. റാങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫൈനൽ ഫ്യൂ പേപ്പേഴ്സ്, പ്രൊഫഷണൽ പേപ്പേഴ്സ് എന്ന് പറയും. ഇപ്പോൾ പ്രൊഫഷണൽ പേപ്പേഴ്സിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് ആണ്, SBR. അപ്പോൾ ആ ഒരു പേപ്പറിൽ ഇനീഷ്യലി എടുത്തൊരു പേപ്പറായിരുന്നു. അപ്പോൾ ഇനീഷ്യലി എടുത്തൊരു പേപ്പർ എന്ന നിലയ്ക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. എന്ന് വെച്ചാൽ P-level പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഇനീഷ്യലി എടുത്തൊരു പേപ്പറാണ്. അപ്പോൾ വളരെ സ്ട്രെസ്ഡ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടു. കാരണം അത്രയും ഒരു വാസ്റ്റ് ഏരിയ നമുക്ക് പഠിക്കാനായിരുന്നു. അപ്പോൾ വാസ്റ്റ് ഏരിയ കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് എഫേർട്ട് ഇട്ടു. ഒരിക്കലും റാങ്കിനായിട്ട് പഠിച്ചതല്ല, പക്ഷെ അതിൻ്റെ ഒരു ആ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടായിട്ട് എനിക്ക് എന്ത് കിട്ടി, റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അറൗണ്ട് 2 years ആവാനായിട്ടുണ്ട്. ഞാൻ ഇനീഷ്യലി വാങ്ങിയൊരു റാങ്ക് കിട്ടിയതിന് ശേഷം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്യം തന്നെയാണ് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. അപ്പോൾ ഞാൻ P-level പേപ്പേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഫസ്റ്റ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ എന്ത് ചെയ്തു, ഞാൻ ലക്ഷ്യ ഒരു ഇൻവിറ്റേഷൻ ഇട്ടുണ്ടായിരുന്നു, മെൻറ്റേഴ്സിന് വേണം, ഫാക്കൽറ്റീസിനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് അപ്പോൾ തന്നെ ലക്ഷ്യയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ആൻഡ് ആസ് എ ഫാക്കൽറ്റി എന്ന് പറയുന്നൊരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ലക്ഷ്യ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഫ്യൂ പേപ്പേഴ്സാണ്. ഒബ്വിയസ്ലി യു നീഡ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം സ്റ്റഡിങ്. അപ്പോൾ ആ ടൈമിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, അതിൽ തന്നെ എന്നെ കുറേ ടൈം ബ്രേക്ക് തരാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി ബ്രേക്ക് എടുക്കണോ, ജസ്റ്റ് ചോദിച്ചാൽ മതി, അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, ടൈം തരും. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതിൽ ഐ ഹാവ് ഓൾവേസ് ബീൻ അപ്രീഷിയേറ്റീവ് ഓഫ് ദെയർ എഫേർട്ട്. അപ്പോൾ ലാസ്റ്റ് പേപ്പർ എഴുതാൻ തന്നെ ഞാൻ ജസ്റ്റ് ഒരു 1 month ലീവ് ചോദിച്ച സമയത്ത് ലക്ഷ്യ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, ക്ലാസ് മാറ്റി വെക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് എടുത്തോ, എപ്പോൾ വേണമെങ്കിലും പേപ്പർ എഴുതി തീർക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ ഒരു +2 കഴിയുന്നൊരു സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സയൻസ് എടുത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തിനൊക്കെ പോവാം. ഇപ്പോൾ ഡോക്ടർ ആവണമെങ്കിൽ MBBS ആ ഒരു നീറ്റ് കോച്ചിങ്ങിന് പോവാം, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ JEE മെയിൻ അഡ്വാൻസ് അതിന് പോവാം. അപ്പോൾ അവിടെ ആ സമയത്ത് അതിൽ പോയ ആൾക്കാർ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, CA എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നീങ്ങി. അപ്പോൾ ആദ്യം CA ആണ് ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ CA കുറിച്ചാണ് നമുക്ക് അറിയുന്നത്. ഇന്ത്യൻ CA കുറിച്ച് റീസർച്ച് ചെയ്തു. ആ സമയത്താണ് മനസ്സിലാവുന്നത് എന്താണ് ACC എന്ന് പറയുന്നൊരു കോഴ്സ്. സത്യം പറഞ്ഞാൽ ലക്ഷ്യ പരസ്യം ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ ACC കുറിച്ച് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് AC എന്താണെന്നും ACC എത്ര കൊണ്ട് രാജ്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ACCയിലേക്കൊന്ന് എക്സ്ട്രാ റീസർച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒബ്വിയസ്ലി 180 countries ACC വരുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് റീസർച്ച് ചെയ്തു. അതിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ CA ആണെങ്കിലും ACC ആണെങ്കിലും മറ്റ് ഏതൊരു കോഴ്സാണെങ്കിലും ലക്ഷ്യമാണ്. ആ ഒരു ബ്രാൻഡ് വാല്യൂ, അതേപോലെ ആ ഒരു ബ്രാൻഡ് നെയിം, അതേപോലെ തന്നെ ആ ടൈമിൽ റീസർച്ച് ചെയ്ത സമയത്ത് ഭയങ്കര നല്ല ഫാക്കൽറ്റീസ് ഉണ്ടെന്ന് കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്, ലക്ഷ്യയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഐ ക്യാൻ സേ വിത്ത് കോൺഫിഡൻസ് ആ ലക്ഷ്യ ആ ഒരു ക്വാളിറ്റി അത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇനി ഫ്യൂച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഓൾവേസ് ഐ വിൽ റെക്കമെൻഡ് ലക്ഷ്യ ഫോർ എനി ഫ്യൂച്ചർ ACCA, CA or CMA സ്റ്റുഡൻസ്. മെയിൽ എന്ന് പറയുന്നതിന് മുന്നേ ആദ്യം നമുക്ക് പറയാനുള്ളത്, ACCയുടെ സൈറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു പ്രോഗ്രസ് കാർഡുണ്ട്, പ്രോഗ്രസ് ഒരു സർക്കിളാണ്. അപ്പോൾ അതിൽ 0 out of 13 എന്നാണ് നമ്മൾ ACCയെ ജോയിൻ ചെയ്തതിൽ കാണാം, 0 papers out of 13. അപ്പോൾ ഓരോ പേപ്പർ അച്ചീവ് ചെയ്യുമ്പോൾ, ഓരോ പേപ്പർ പാസ്സാകുമ്പോൾ നമ്മൾ ഉടനെ എടുത്ത് നോക്കുക ACCയുടെ അക്കൗണ്ടാണ്. ഈ ACCയുടെ അക്കൗണ്ടിൽ 1 out of 13, 2 out of 13 ഇത് കാണുമ്പോൾ തന്നെ വി ആർ വെരി പ്രൗഡ്. ആ ജേണീൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ് കാണാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റാണ്. അപ്പോൾ അതിൽ 13 out of 13 എന്ന് കണ്ടപ്പോൾ
ഐ കനോട്ട് എക്സ്പ്രസ് ദാറ്റ്. അതത്രയും ഒരു ഹാപ്പിനെസ് എന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടാണെങ്കിലും എല്ലാ ഫ്രണ്ട്സിനോടാണെങ്കിലും ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ആ 13 പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ആ ACCയുടെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഐ ഹവ് ഓൾവേസ് ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം പിന്നെ ആ ഒരു മെയിൽ വരുമ്പോൾ എന്താണ്, ഇറ്റ്സ് ദ കൾമിനേഷൻ ഓഫ് അവർ ജേണി. ഈ ഒരു ജേണി എൻഡ് ആയിട്ടുണ്ട്, ACCA കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നൊരു അത്രയും ഹാപ്പിനെസ് തരുന്നൊരു മൊമെൻറ്റാണ്.